ഹലോ ഗൈസ്, ജെഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും. ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബ് എന്തിനാണ് ഇങ്ങനെ ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്തും സാധാരണ യൂട്യൂബേഴ്സിന്, അതായത് സാധാരണക്കാരായ യൂട്യൂബേഴ്സിന്, അതായത് എങ്ങനെയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന അപ്ഡേഷനാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കണ്ണുനീര് കാണുന്ന ഒരു അപ്ഡേഷനായിപ്പോയി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് എങ്ങനെയും ഒന്ന് വാച്ച് അവർ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക. സബ്സ്ക്രൈബേഴ്സ് കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സ് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്ന സമയത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഓരോരുത്തരൊക്കെ കഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനാണ്, പക്ഷേ അവർക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് വാച്ച് അവർ എങ്ങനെയും കംപ്ലീറ്റ് ആകുന്ന ആ സമയത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെയാണ് സാധാരണ യൂട്യൂബിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് വാച്ച് അവറിൻ്റെ ഇങ്ങേ അറ്റം, അതായത് 4900 മണിക്കൂർ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ഇട്ട് 4900, നിങ്ങൾ എൻ്റെ ആ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടാൽ അറിയാം, 4900 മണിക്കൂറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ, അതായത് പെട്ടെന്നൊരു നിമിഷത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പോലെ അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പെട്ടെന്ന് എന്താ പറയുക, ഒരു 0 മണിക്കൂറിലേക്കും അല്ലെങ്കിൽ ഒരു 1000 മണിക്കൂറിലേക്കും കുറഞ്ഞു പോകുമ്പോൾ ഉള്ള സങ്കടം. ഒരുപാട് കാലം 2-3 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും ചില ആൾക്കാർ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുന്നത്. ഒരു പൈസ ആർക്ക് കൊടുക്കാണ്ട് സ്വന്തം കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാണ്. പക്ഷേ അങ്ങനെ കുറഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. ഇനിയെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിന് ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല. നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പ്രശ്നമാണ്, ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സങ്കടമുണ്ട്, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വീഡിയോ ചെയ്തതാണ്. വേറെ ഒന്നും പോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഷോർട്ട് വീഡിയോ 3 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അപ്ലോഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ വന്നിട്ടില്ല. പക്ഷേ ലോങ് വീഡിയോ തന്നെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ നമ്മൾ ലോങ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ 3 മിനിറ്റുള്ളവരെ അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അത് ഷോർട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓരോരുത്തരുടെ സങ്കടമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സംഗതി 8ൻ്റെ പണി കിട്ടുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഗൈസ്, ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് എനിക്ക് വർക്കിന് തന്നൊരു ചാനലാണിത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ്. ഒരുപാട് സങ്കടമുണ്ട്, കാരണം ഞാനാണെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് തമ്പനയിലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതായത് ഓരോ വീഡിയോയ്ക്കും തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കിതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തൊരു സമയത്ത്, ഇതിനെക്കുറിച്ച് അറിയാത്ത സമയത്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം വെറുതെ ആയെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇവിടെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഈ വീഡിയോനകത്തെല്ലാം ഇവിടെ എല്ലാം കാണുന്നത് ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് 2 മാസം മുമ്പാണ്. നോക്ക്, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് 2 മാസം മുമ്പാണ്. 2 months കാണിച്ചേക്കുന്നത് കണ്ടോ. പിന്നെ 3 months. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഇവർ വീഡിയോ ഇടൽ നിർത്തിയതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പക്ഷേങ്കിൽ ഇതല്ല ശരിക്കുള്ള സത്യം. ഈ 2 മാസമായിട്ടല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു മേലെയുള്ള ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാവും. ഇതാ 10 days, 13 days, 2 weeks. ഇതാ കഴിഞ്ഞ ദിവസം ഇതാ 1 day ago വരെ ഇട്ട വീഡിയോ ഇപ്പോൾ എവിടെയാണ് വന്ന് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് ഫീഡിലാണ് വന്ന് കിടക്കുന്നത്. അതുമാത്രമല്ല, ഈ എല്ലാ വീഡിയോയ്ക്കും ഈ ഓരോ, അതായത് ഈ 1:57 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. 1:57 മിനിറ്റ്, 1.25, 2.6. അത് പിന്നെ ഷോർട്ടാണ്. 1:35 ഇതുണ്ടോ, 2.13. ഈ 2.13, 1.59 എല്ലാം ഇതൊക്കെ ലോങ് വീഡിയോ ആണ്. പുള്ളി ചെറിയ ചെറിയ കട്ടിങ് ആയിട്ട് ലോങ് വീഡിയോ എടുത്താണ്. ഈ വീഡിയോ മൊത്തത്തിൽ എവിടെയാണ് വന്ന് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഷോർട്ട് ഫീഡിനകത്താണ് വന്ന് കിടക്കുന്നത്. അതിനേക്കാളും വലിയ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് പുള്ളീൻ്റെ ഏണിങ്സിൻ്റെ പേജാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബേഴ്സ് 435 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, കുഴപ്പമില്ല. പുള്ളിക്കാരനെ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യം, ഈ ഒരു 3000 മണിക്കൂറിൻ്റെ ഗ്രാഫ് നിങ്ങൾ 296 മണിക്കൂറാണ് അവിടെ കാണുന്നത്. ഇത് ഏകദേശം 1700ഓളം മണിക്കൂറുള്ള ഗ്രാഫായിരുന്നു. അതായത് ആൻഡ് 1 of the following ലോങ് വീഡിയോൻ്റെ ഗ്രാഫാണ്. 296 മണിക്കൂറാണ് അവിടെ വേറെ കാണുന്നത്. ഇത് 1700ഓളം മണിക്കൂറുള്ളൊരു ഗ്രാഫായിരുന്നു. ഒറ്റയടിക്ക് വീഡിയോ മൊത്തം ഷോർട്ടിലോട്ട് പോയി. എന്തായി, മണിക്കൂർ
ഗൈസ് ഇതിപ്പോൾ ഒരാളുടെ അവസ്ഥയല്ല, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ, അതായത് എങ്ങനെയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥയാണ്. ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാണ്ട്, അതായത് സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷും ഇതൊക്കെ വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പം പെട്ടെന്ന് മനസ്സിലായേക്കാം. പക്ഷേങ്കിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു, 9:16 അനുപാതത്തിൽ വീഡിയോ ചെയ്യരുത്, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വീഡിയോ ചെയ്യരുത്, ഹൊറിസോണ്ടലായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ 16:9 അനുപാതം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എത്ര യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ചെയ്യുന്ന, നമ്മുടെ ചാനലിൽ കാണുന്നത് കൂടുതലായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ കുറച്ച് വയസ്സുള്ള കുറച്ച് ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവർ വീഡിയോ കാണുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കാം, സാധാരണ രീതി പറയുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. കാരണം ഇതാണ്, നിങ്ങൾക്കറിയാലോ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഈ അനുപാതം ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തതാ ഇങ്ങനെയാണ് അല്ലേ? പക്ഷേ കൂടുതൽ ആൾക്കാരും കുറേ ആൾക്കാർ ഈ 3 മിനിറ്റ്, ഇനി തൊട്ട് 3 മിനിറ്റിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ, അതായത് 3 മിനിറ്റിൻ്റെ താഴോട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ ലോങ് വീഡിയോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു രീതി പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് വീഡിയോൻ്റെ ആംഗിളാണ്. 9:16 എന്നുള്ള ആംഗിൾ ഇതാ ഇങ്ങനെ പിടിക്കുന്നതാണ്. അതേസമയം ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലോങ് വീഡിയോൻ്റെ സൈസ്, അതായത് 16:9 എന്ന് പറയും. ഇങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 9:16 ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ 3 മിനിറ്റിന് താഴെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും യൂട്യൂബ് ഷോർട്ട് വീഡിയോയിലോട്ട് തന്നെ എടുത്തിടും. അതിൻ്റെ വാച്ചനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്ത് ചെയ്യും, അത് ഷോർട്ടായി പോകും. അത് മോണിറ്റൈസേഷൻ ആ ചാനലാണ്, അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, എല്ലാം പ്രശ്നമായിരിക്കും. അതേസമയം ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് ഹൊറിസോണ്ടലായിട്ട്, അതായത് ഈ 16:9 എന്നുള്ള അനുപാതം ഇതാണ്. ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ 2.5 മിനിറ്റ് ആയാലും, അതായത് 1 മിനിറ്റിൻ്റെ മേലോട്ടാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ലോങ് വീഡിയോയിലോട്ട് തന്നെ പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് ഒരുപാട് പേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, 3 മിനിറ്റിൻ്റെ മേലോട്ടുള്ള വീഡിയോ തന്നെ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുക. ഇപ്പം പുതിയ അപ്ഡേഷൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ അകത്തോട്ട് പോകാമെന്ന് പറയാനാവില്ല, യൂട്യൂബിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി ഈ ഒരു സൈസിൽ, ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചിട്ട് ഫോണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേരുടെ സംശയമാണ്. ഞാൻ കുറേ പേർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പിടിച്ച് ഷൂട്ട് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഇപ്പം തന്നെ ഒരുപാട്, ഞാനിപ്പോൾ ഈ ഒരു ഒരാളുടെ ചാനലല്ല, ഞാൻ ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേരുടെ ഷോർട്ട് വീഡിയോ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അനുഭവം ഉണ്ടാകും. ഷോർട്ട് വീഡിയോൻ്റെ അകത്തോട്ട് നല്ല ലോങ് വീഡിയോ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി, വാച്ച് ടൈം എല്ലാം. പിന്നെ ചില ആൾക്കാർ എന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പം കളിയാക്കിയായിരുന്നു. കാരണം ചേട്ടൻ പറഞ്ഞതൊക്കെ വെറും പൊട്ടത്തരമാണ്, കാരണം വാച്ച് ടൈം ഒന്നും പോകില്ല, വാച്ച് ടൈമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതായത് ഷോർട്ട് വീഡിയോൻ്റെ അകത്തോട്ട് അത് പോയാലും അതിൻ്റെ വാച്ച് ടൈം കൂട്ടും. പക്ഷേ ഒരു രീതിയിൽ മക്കളെ കൂട്ടത്തില്ല. കാരണം ഇപ്പം ഞാൻ തെളിവ് കാണിച്ചില്ല, 1700 മണിക്കൂറുള്ള ചാനലാണ്, ഇവർ 296 മണിക്കൂറായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എത്ര സങ്കടമുണ്ട്, എത്ര കഷ്ടപ്പെട്ടാക്കിയതാണെന്നറിയോ. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് വാച്ചർ ആവുമല്ലോ. ഓരോ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടിട്ട് വന്നിട്ടാണ് വാച്ചർ, ആ ഒറ്റയടിക്കാണ് വാച്ചർ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും സൂക്ഷിച്ചിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ സംഗതി പണി പാളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ വീഡിയോ ഇടാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് കുറച്ചും കൂടി ഒരു ക്ലാരിഫൈ അതിന് വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒന്നും കൂടി ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ഇതേപോലെ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക.